ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന ശ്രോതാക്കളായ ഏവർക്കും വേഗം വരുന്നതിനായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനം. വാത്സല്യ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51 അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കും. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണം ഉള്ള ജനവുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും, കൃമി അവരെ കമ്പിളിയെപ്പോലെ തിന്നുകളയും. എന്നാൽ എൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുകയാണ്. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ ന്യായപ്രമാണം ഉള്ള ജനവും ആയുള്ളവരെ. ഹൃദയത്തിൽ ന്യായപ്രമാണമുള്ള ജനം, അല്ലെങ്കിൽ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ദൈവമക്കളെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. വചനം നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നീ മറ്റുള്ള മനുഷ്യരുടെ നിന്ദയെ നീ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഇല്ലാവചനങ്ങളെ നീ പേടിക്കരുത്. അവരുടെ നിലനിൽപ്പിനെ കുറിച്ച് വചനം പറയുന്നത്, പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും, കൃമി അവരെ കമ്പിളിയെപ്പോലെ തിന്നുകളയും. അപ്പോൾ ദൈവത്തിൻ്റെ വചനമകത്തിരിക്കുന്ന ദൈവജനം ലോകത്തെ പേടിക്കരുത്. മറ്റുള്ളവരുടെ കുത്തുവാക്കുകളെ നിങ്ങൾ കാര്യമായി എടുക്കരുത്. മറ്റുള്ളവരുടെ നിന്ദയെ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, എൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കുമെന്ന് പറഞ്ഞത് ദൈവമാണെങ്കിൽ, ദൈവിക രക്ഷ നിങ്ങളോടുകൂടെ തലമുറ തലമുറയായി കൂടെ ഇരിക്കുവാനിടയായിത്തീരും. ആയതിനാൽ നമുക്കുണ്ടാകേണ്ടുന്ന ദൈവം ആഗ്രഹിക്കുന്ന ക്വാളിറ്റി, നാം വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരാകണം. ന്യായപ്രമാണം, ഹൃദയത്തിൽ ന്യായപ്രമാണമുള്ള ജനം, നിങ്ങൾ ചെയ്യേണ്ടത് മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. നിങ്ങളെ ഭയപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ നിരാശപ്പെടുത്തുവാൻ ഈ ലോകമനുഷ്യന് കഴിയും. എന്നാൽ നമ്മൾ ഒരിക്കലും നമ്മൾ കീഴ്പ്പെട്ടു പോകരുത്. ദൈവത്തിൻ്റെ നീതി ശാശ്വതമായും അവൻ്റെ രക്ഷ തലമുറ തലമുറയായി ഇരിക്കുമെന്ന് പറഞ്ഞത് വചനമാണെങ്കിൽ, വാത്സല്യ ദൈവകുഞ്ഞെ, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ രക്ഷ നിന്റെ ജീവിതത്തിൽ തലമുറ തലമുറയായി കൂടെ ഇരിക്കുവാനിടയായിത്തീരും. ആയതിനാൽ ദൈവസന്നിധിയിൽ നാം വിശ്വസ്തയോടെ നിൽക്കുക. ദൈവസന്നിധിയിൽ നാം ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് നാം ചെയ്യേണ്ടത്, ദൈവത്തിൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറ തലമുറയായും നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറയുന്ന ഈ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം ശ്രമിക്കുക. അതുകൊണ്ട് ഹൃദയത്തിൽ വചനമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹൃദയത്തിൽ വചനമില്ലെങ്കിൽ നിന്റെ കഷ്ടതയുടെ സമയത്ത് നിനക്ക് കഷ്ടതയെ മറികടക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവും ആയുള്ളവരെ എൻ്റെ വാക്കുകൾ, എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ന്യായപ്രമാണമുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. അപ്പം ഹൃദയത്തിൽ ന്യായപ്രമാണമുള്ളവനോട് പറയുകയാണ്, നിങ്ങൾ മനുഷ്യൻ്റെ നിന്ദയെ ഭയപ്പെടരുത്. നിങ്ങളെ കുറ്റം പറഞ്ഞ, നിങ്ങളെ പരിഹസിച്ച, നിങ്ങളെ കരിവാരിത്തേക്കത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് തോട്ടുകളെ കൊണ്ടുവന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക.
വാത്സല്യ ദൈവമക്കളെ, ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ നീതി ശാശ്വതമായും ദൈവത്തിൻ്റെ രക്ഷ തലമുറ തലമുറയായും നിന്നോട് കൂടെ ഇരിക്കുമെങ്കിൽ നീ എന്തിനു ഭയപ്പെടണം? നീ എന്തിനു ഭാരപ്പെടണം? നിന്നെ ആശ്വസിപ്പിക്കുവാനൊരു കർത്താവുണ്ട്, നിന്നെ വിടുവിക്കുവാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആയതിനാൽ ആ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകുക. ദൈവകരങ്ങളിൽ നാം നമ്മെ തന്നെ വിടുതലുകളുടെ ദൈവമെന്ന് പറഞ്ഞ് നാം ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ രക്ഷ തലമുറ തലമുറയായി കൂടെയിരിക്കുമെന്ന് പറഞ്ഞത് അതങ്ങനെ തന്നെ സംഭവിക്കുവാനിടയായിത്തീരും. ആയതിനാൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് ദൈവിക അരുളപ്പാടുകളെ ഏറ്റെടുത്ത് ദൈവപ്രവർത്തിക്ക് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറായാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ വിജയമായി മാറും എന്നതിന് യാതൊരു സംശയമില്ല. ആയതിനാൽ ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷ തലമുറ തലമുറയായി നമ്മളോട് കൂടെ ഇരിക്കുവാനിടയായിത്തീരും. ആയതിനാൽ ദൈവസന്നിധിയിൽ നമുക്കൊരു രക്ഷയുണ്ട്, ദൈവസന്നിധിയിൽ നമുക്കൊരു വിടുതലുണ്ട്, ദൈവസന്നിധിയിൽ നമുക്കൊരു നന്മയുണ്ട്, ദൈവസന്നിധിയിൽ നമുക്കൊരു അനുഗ്രഹമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ നാം തയ്യാറാകുക. കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്രിസ്തുവിനെങ്കിലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ ഉയർത്തി ആ ദൈവിക വിടുതലിന് വേണ്ടി നമ്മെ തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.